ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പഞ്ചായത്തിലെ കോട്ടക്കുന്ന് ഭാഗത്തെ സീക്കോ ടൈൽസ് എന്ന സ്ഥാപനത്തിലാണ്. 1981 ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് സഹകരണ മേഖലയിൽ ആരംഭിച്ച കടലുണ്ടി ക്ലേ വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സീക്കോ ടൈൽസ് എന്ന ഈ സ്ഥാപനം 1982 ഉൽപ്പാദനം ആരംഭിച്ചിരുന്നു. മേച്ചിലോട്, മൂലോട്, പൂച്ചട്ടികൾ, ഇഷ്ടിക എന്നിവ നിർമ്മിച്ചിരുന്നു. സഖാവ് ചാത്തുണ്ണി മാസ്റ്റർ ഖാദി ബോർഡ് മെമ്പറായിരുന്ന കാലത്ത് കടലുണ്ടിയിലെ CPIM ശ്രമഫലമായാണ് സംഘം രൂപം കൊണ്ടത്. 1997 വരെയും അത്യാവശ്യം നല്ല നിലയിൽ തന്നെ കമ്പനി പ്രവർത്തിച്ചു വന്നു. 1985 6 മാസക്കാലം കമ്പനി തൊഴിൽ സമരത്താൽ പൂട്ടിക്കിടന്നുവെങ്കിലും പിന്നീട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോയി. 1997 ശേഷം ഓട് വ്യവസായ മേഖലയിൽ ഉണ്ടായ തകർച്ച ഈ സംഘത്തെയും ബാധിച്ചു. ഉൽപ്പന്നങ്ങൾ ഓർഡറില്ലാതെ കെട്ടിക്കിടന്നതും കളിമണ്ണ് കിട്ടാനില്ലാതെ വന്നതും സ്ഥാപനം പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിച്ചു. ESI, PF തുടങ്ങിയവ കുടിശ്ശികയായി. PF അധികൃതർ ജപ്തി നടപടികൾ ആരംഭിച്ചു. മെഷീനറികൾ, ചൂള, കെട്ടിടം എന്നിവ പൊളിച്ചു വിറ്റുകൊണ്ട് അവരുടെ ബാധ്യതകൾ പരമാവധി തീർക്കാൻ ശ്രമിച്ചു. ഒടുവിൽ സംഘത്തിൻ്റെ കുറച്ച് സ്ഥലം കോടതി നിർദ്ദേശപ്രകാരം വിറ്റഴിച്ചുകൊണ്ട് ഖാദി ബോർഡിലെ വായ്പകൾ തീർത്തടച്ചു. തൊഴിലാളികളുടെ ബാധ്യതകൾ തീർത്തുകൊടുത്തു. സംഘം പുതിയ രീതിയിൽ പ്രവർത്തിക്കുവാനാവുമോ എന്ന ശ്രമത്തിലാണ് ഇപ്പോഴത്തെ ഭരണസമിതി. തൊഴിലാളികളും ജീവനക്കാരും ഉൾപ്പെടെ 40ഓളം പേർ വർക്ക് ചെയ്തിരുന്ന സഹകരണ സ്ഥാപനമായിരുന്നു ഇത്. കമ്പനിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ശ്രീ കോണത്ത് അപ്പുക്കുട്ടൻ എന്ന സഖാവായിരുന്നു. സഖാവ് പാലിൽ ഹരിദാസൻ ഹോണററി സെക്രട്ടറിയായും കമ്പനി രൂപീകരണത്തിൻ്റെ കാര്യത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ആദ്യ ഭരണസമിതിയായിരുന്നു അത്. 1985 തൊഴിൽ സമരവും രാഷ്ട്രീയ പ്രശ്നങ്ങളും കാരണം 6 മാസക്കാലത്ത് കമ്പനി പൂട്ടിക്കിടന്നു. തുടർന്ന് സഖാവ് പടിഞ്ഞാറയിൽ ഭാസ്കരൻ മാസ്റ്റർ പ്രസിഡന്റായി പുതിയ ഭരണസമിതി നിലവിൽ വന്നു. 1986 ശ്രീ ആനന്ദകൃഷ്ണൻ തേനേരി സെക്രട്ടറിയായി. പിന്നീട് വന്ന ഭരണസമിതിയിൽ സഖാവ് CK പവിത്രൻ പ്രസിഡന്റായി തുടർന്നു. അടുത്ത ഭരണസമിതിയിൽ സഖാവ് പടിഞ്ഞാറെ പുരയ്ക്കൽ അപ്പുക്കുട്ടൻ പ്രസിഡന്റായിട്ട് വന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് കമ്പനി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ഉൽപ്പാദന ഘട്ടത്തിലൂടെ കടന്നുപോയത്. കമ്പനിയിൽ ആരംഭകാലത്ത് വെറും 4000 എണ്ണം അച്ചും തട്ടും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ചുരുങ്ങിയത് 17,500 എണ്ണമെങ്കിലും ഉണ്ടായാൽ മാത്രം ലാഭകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഇതുപോലെയുള്ള സംഘത്തിൽ ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെയും കടലുണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെയും ജനകീയ ആസൂത്രണ ഫണ്ട് ഉപയോഗിച്ചും അച്ചും തട്ടും ഇരട്ടിയോളം ആക്കുവാനും മൂല ഓടിൻ്റെ ഉൽപ്പാദനം ആരംഭിക്കുവാനും സാധിച്ചു. $14,500 ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്ക് നിർമ്മിച്ചത് ശ്രീ CK പവിത്രൻ പ്രസിഡന്റായിരിക്കുമ്പോഴാണ്. എന്നാൽ ഓട് വ്യവസായ രംഗത്തുണ്ടായ തകർച്ച സ്ഥാപനത്തിൻ്റെ നാശത്തിലേക്കാണ് പിന്നീട് വന്നു ചേർന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ മറ്റൊരു രംഗത്തേക്ക് ഉൽപ്പാദനം മാറ്റുന്നതിൻ്റെ ആദ്യപടിയെന്നോണം ബൈലോയിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള തീരുമാനമെടുത്തു. അംഗീകാരത്തിനായി അയച്ചെങ്കിലും ഖാദി ബോർഡ് അംഗീകരിക്കുന്ന ഗ്രാമീണ മൺപാത്ര വ്യവസായം എന്നതിൽ നിന്ന് മാറ്റുവാൻ കഴിയാത്ത അവസ്ഥ വന്നു. തുടർന്നുണ്ടായ സംഭവവികാസങ്ങളാണ് നേരത്തെ പറഞ്ഞത്. ഇതാണ് കമ്പനിയുടെ ചൂള നിന്ന സ്ഥലം. കമ്പനിയുടെ തകർച്ചയുടെ ഘട്ടത്തിലാണ് സഖാവ് വിജയകൃഷ്ണൻ മാസ്റ്റർ പ്രസിഡന്റായി ഭരണസമിതി വന്നത്. ഉൽപ്പാദനം നിലച്ച് പൂട്ടിക്കിടന്ന കമ്പനി നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. PF അധികൃതർ സംഘത്തിനെതിരായി 32ഓളം കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടു. കമ്പനിയുടെ ചൂള, മെഷീനറി, അച്ചും തട്ടും ഇവയെല്ലാം ലേലം ചെയ്യപ്പെട്ടു. പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയുടെയും പേരിൽ കേസുകൾ ചാർജ് ചെയ്തു. തൊഴിലാളികളും ജീവനക്കാരും അവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിച്ചു.
ഒടുവിൽ കോടതി നിർദ്ദേശപ്രകാരം കമ്പനിയുടെ 46 സെന്റ് സ്ഥലം മണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിന് ലേലത്തിലൂടെ വിൽപ്പന നടത്തി ബാധ്യതകൾ തീർത്തു. ഖാദി ബോർഡിനുള്ള വായ്പയും പലിശയും അടച്ചു തീർത്തു. ഇപ്പോൾ സംഘത്തിന് 120 സെന്റ് സ്ഥലമുണ്ട്. 338 അംഗങ്ങൾ ഓഹരി ഉടമകളായിട്ടുണ്ട്. സംഘം പുതിയ കാലത്തിനനുസരിച്ച് പുതിയ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഖാദി ബോർഡിൽ നിന്ന് അനുമതി ലഭിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് CK വിജയകൃഷ്ണൻ മാസ്റ്റർ പ്രസിഡൻ്റായിട്ടുള്ള ഇപ്പോഴത്തെ ഭരണസമിതി. ഇപ്പോഴത്തെ പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മണ്ണൂർ ബാങ്ക് ലേലത്തിനെടുത്തിട്ടുള്ള ഈ സ്ഥലത്താണ് പുതുതായി നാളികേര യൂണിറ്റ് തുടങ്ങാൻ പോകുന്നത്.